വെൽക്കം ടു സീമ ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രാൻസിസ് വിവേക്കിൻ്റെ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫിനെ കുറിച്ചാണ്. സോ ഈ ഒരു എസ്സേ ഫ്രാൻസിസ് വിവേക്കൻ വിവാഹിതരുടെയും അവിവാഹിതരുടെയും ഗുണങ്ങളും ദോഷങ്ങളും രണ്ടിനെയും ഒരു സ്വാഭാവികമായൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് വിവാഹിതരാണെങ്കിലും അവിവാഹിതരാണെങ്കിലും രണ്ടിനും അതിൻ്റേതായ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ്സുകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. ഓരോ അവസ്ഥയും എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് എന്നുള്ളത് ഒരു റീഡേഴ്സിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഫ്രാൻസിസ് ബേക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അസന്തുഷ്ടിതമായ രീതിയിൽ പോയതായിരുന്നു. അത്രയധികം സന്തോഷകരമൊന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പം അതുകൊണ്ട് തന്നെ റൊമാൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു വേർപെട്ട ജീവിതം നയിച്ച അദ്ദേഹത്തിന് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വിവാഹിതരായ ആളുകളുടെയും വിവാഹം കഴിക്കാത്ത ആളുകളുടെയും ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത് സമൂഹത്തിൽ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുന്നത്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം എസ്സേയിലൂടെ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ഏകാന്തമായി ഒറ്റയ്ക്കൊരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും സ്വാതന്ത്ര്യം, അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണങ്ങൾ എങ്ങനെയാണ് ഒരു അച്ചടക്കം പാലിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഓരോ മനുഷ്യൻ കുടുംബത്തിൽ എങ്ങനെയാണ് അവരുടെ കടമകൾ എന്തൊക്കെയാണ്, പൊതുസേവനങ്ങൾ എന്തൊക്കെയാണ്, ഓരോരുത്തരുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ നവോത്ഥാന ജക്കോബിയൻ സാമൂഹിക സാംസ്കാരിക പരമായ രീതിയിൽ അന്ന് അവിടെ നടന്നിരുന്ന സംവാദങ്ങളെയെല്ലാം അവിടെ നടന്നിരുന്ന വിഷയങ്ങളെയെല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് അദ്ദേഹം ഒരു എസ്സേയിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ എസ്സേയുടെയും പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ ഒരു ഉപദേശം ഉണ്ടായിരിക്കും. അതുപോലെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ബ്രീഫായിട്ട് കാര്യങ്ങൾ അദ്ദേഹം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ എസ്സേയുടെയും പോലെ തന്നെ ഒരു ഉപദേശം ആ രീതിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ബ്രീഫായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം വിവാഹത്തെ അങ്ങനെ വലിയൊരു സംഭവമാക്കി പറയുകയോ അല്ലെങ്കിൽ അത് മോശമാണെന്നോ ആ രീതിയിലൊന്നും അദ്ദേഹം പറയുന്നില്ല. രണ്ടിനും ബാലൻസ് ചെയ്തിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ ഏകാന്തമായൊരു ജീവിതം, വളരെ വിഷാദമായൊരു ജീവിതം വളരെ മോശമാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നു, അതില്ല. പകരം ഓരോന്നിനും ഒരു സാമൂഹികമായ പങ്കുണ്ട്. അത് പൊരുത്തപ്പെട്ട് രണ്ടും ആവശ്യമാണ് എന്ന രീതിയിൽ ഈ ഒരു കാര്യത്തെ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് സിംഗിൾ ലൈഫിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു അവിവാഹിതനായിട്ടുള്ള ഒരു പുരുഷൻ സമൂഹത്തെ നന്നായി സേവിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് കുടുംബ ബന്ധങ്ങളില്ല, പൊതുജനങ്ങളോട് കൂടുതൽ സ്നേഹമുണ്ടായിരിക്കും, പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. ചിലർ ഈ വിവാഹം കഴിക്കാതെയുള്ള ഫ്രീഡത്തിന് ഒരുപാട് വിലമതിക്കുന്നു. അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്നവരുണ്ട്. അതായത് വിവാഹം ഒരു ബന്ധനമാണ്. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ ജീവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാവും. അതിനെയാണ് ഫ്രീഡത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ആ ലൈനിൽ പറയുന്നത് അവർക്ക് അരപ്പട്ടുകൾ അതുപോലെ എല്ലുകളും ചങ്ങലകളൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം അദ്ദേഹം പറയുന്നത് ചില ആൾക്കാർ വിവാഹം ഒഴിവാക്കുന്നത് ചിലവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരുപാട് ചിലവുകളുണ്ടാവും. അപ്പോൾ ചിലവിൻ്റെ ബില്ലുകളായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരുപാട് അത്യാഗ്രഹമുള്ള പുരുഷന്മാർ കുട്ടികളുണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ചിലവ് കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാമിലി മാറ്റേഴ്സൊക്കെ ഒരുപാട് കൂടുതലായി മാറുന്ന സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി അങ്ങനെ സേഫായിട്ടൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ധനികരായി മാറാൻ പറ്റാത്തൊരു കാരണം ഉള്ളത് കൊണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുട്ടികളില്ലാതെ തുടരുന്നതാണ് സമ്പാദ്യം സൂക്ഷിക്കാനുള്ള വഴി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അൺമാരീഡ് മെൻ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റ് മാസ്റ്റേഴ്സ്, ബെസ്റ്റ് സെർവൻസ്, ബട്ട് നോട്ട് ഓൾവേസ് ബെസ്റ്റ് സബ്ജക്ട്സ്. അതായത് ഒരു വിവാഹിതനല്ലാത്ത പുരുഷന്മാർ മികച്ച സുഹൃത്തുക്കളും മികച്ച യജമാനനും ഭൃത്യന്മാരും ഒക്കെയാണ്. പക്ഷെ ഒരിക്കലും ഒരു മികച്ച പ്രജയല്ല, ഒരു നല്ലൊരു മനുഷ്യനല്ല. സോ ഇവിടെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിവാഹിതനല്ലാത്തൊരു പുരുഷൻ ഒരു പക്ഷേ സമ്പാദ്യം ഒരുപാട് സൂക്ഷിച്ചു വെക്കുന്ന ആളായേക്കാം. പക്ഷേ അങ്ങനെ ഫാമിലിയും മറ്റുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം റെസ്പോൺസിബിലിറ്റീസ് ഒന്നും അയാൾക്കില്ല.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കും അങ്ങനെയുള്ള ആളുകൾ ബാക്കിയുള്ള സമൂഹത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്ന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് സ്വരുക്കൂട്ടി വെക്കാൻ മാത്രമേ അറിയുള്ളൂ. അവർ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പ്രശ്നം വരുമ്പോൾ അതിൽ ഇടപെടില്ല, അവർ ഓടിപ്പോകും. കാരണം ഒരു ഫാമിലിയിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ വരുന്നതിനെ എങ്ങനെയാണ് അതിജീവിക്കുക, ഓവർകം ചെയ്യുക എന്നറിയുള്ളൂ. പ്രശ്നങ്ങൾ വരും, ആ പ്രശ്നത്തെ അതിജീവിച്ച് മുന്നേറാൻ ഒരു ഫാമിലിയൊക്കെ ഉള്ള ഒരാൾക്ക് പറ്റൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാവർക്കും നല്ല ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രവണത ഇങ്ങനെയുള്ള ആൾക്കാർക്കുണ്ടാകും. ഇവർക്ക് ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഇത്തരം എല്ലാ രീതിയിലും ഇവർ സമൂഹത്തിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിലൊക്കെ ചെയ്യും എന്നൊക്കെ ആ രീതിയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും, ഇവരുടെ ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഒരു വേരില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു അടിത്തറയില്ല, ഒരു വ്യക്തമായ ഒരു അടിത്തറയില്ലാത്തതുകൊണ്ട് തന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഈ റിലേഷൻസിൻ്റെയൊക്കെ ആവശ്യകത, എന്താണ് ഫാമിലി, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത്തരം കാര്യങ്ങളിൽ ആഴത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഇവർക്ക് നന്നായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് മാരീഡ് ലൈഫിനെ കുറിച്ചാണ്. വിവാഹിതനായ ഒരു പുരുഷൻ അവരുടെ ഡിസിപ്ലിൻ എന്താണ്, അവരുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സോ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് വിവാഹിതരായ പുരുഷന്മാർക്ക് പലപ്പോഴും ദാനധർമ്മങ്ങൾ കുറവാണ്. അതായത് അദ്ദേഹം പറയുന്നുണ്ട് ദേ ഹാവ് ടു ഫിൽ ദെയർ ഓൺ പൂൾ ഫസ്റ്റ്. അതായത് അവർക്ക് ആദ്യം അവരുടെ കുളം നിറക്കണം. അതായത് ആദ്യം അവരുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ വേണം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിലൂടെ ശരിയാക്കേണ്ടത്, അല്ലേ? അവരുടെ വീട്ടിലെ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിലും അവരുടെ വീട്ടിലെ കാര്യങ്ങളും ആദ്യം നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഹാർഡ് വർക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് പക്ഷേ വേറൊരാൾക്ക് കൊടുക്കാനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾ വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ അവരുടെ സമയവും അതുപോലെ തന്നെ അവരുടെ പണവും ഊർജ്ജവും എല്ലാം അവരുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സേവിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനുള്ള സമയവും സന്ദർഭങ്ങളൊക്കെ വളരെയധികം ഒരു പരിമിതിപ്പെടുത്തിയിട്ടുണ്ടാവും അവർ. അതുകൊണ്ടാണ് പുരോഹിതന്മാർ മറ്റുള്ളവരെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് അവിവാഹിതരായി തുടരണം എന്ന് അദ്ദേഹം പറയുന്നത്. അതേസമയം സോൾജേഴ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സോൾജേഴ്സ് ഷുഡ് മാരി. കാരണം കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഊർജ്ജവും അവർക്കതിനുള്ള ധൈര്യവും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് വിവാഹം പുരുഷന്മാരെ നല്ല രീതിയിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ അവർക്ക് മനുഷ്യത്വം ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ മറ്റുള്ളവരോട് സഹാനുഭൂതിയൊക്കെ ഒരു പക്ഷേ വിവാഹം കഴിഞ്ഞവർക്ക് ഉണ്ടായിരിക്കും. കാരണം ഫാമിലിയോടുള്ള അറ്റാച്ച്മെൻറ്റ്, കുട്ടികളോടുള്ള സ്നേഹം, ഇതിലൂടെയൊക്കെ അവരത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് വിവാഹം കഴിക്കാത്ത ആൾക്കാർ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ പലപ്പോഴും നമുക്ക് തോന്നും അവർക്ക് വളരെ കഠിനഹൃദയരാണ്, അവർ ക്രൂരനാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ചിലപ്പോൾ അങ്ങനെ ആവാം, ചിലപ്പോൾ അങ്ങനെ ആവാതിരിക്കും. അതായത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതെങ്ങനെ പ്രകടിപ്പിക്കേണ്ടതെന്നറിയാതെ അങ്ങനെ ഒരു സ്വഭാവമായി കാലക്രമേണ രൂപാന്തരപ്പെടുന്നവരും ഉണ്ടാവാം. അദ്ദേഹം പറയുന്നുണ്ട് ഭാര്യമാരെന്ന് പറയുന്നത് യുവാക്കളുടെ കാമുകിമാർ, മധ്യവയസ്കരുടെ അടുത്തുള്ളൊരു കൂട്ടാളി, അതേപോലെ വൃദ്ധന്മാരുടെ നേഴ്സ്, അങ്ങനെയാണ് അദ്ദേഹം ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അതായത് വൈഫ്സ് ആർ യങ് മെൻസ് മിസ്ട്രസ്, കമ്പാനിയൻസ് ഫോർ മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് മെൻസ് നേഴ്സസ്. അതായത് ഇപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്ന ഒരാൾക്ക് ഭാര്യ എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു കാമുകി തന്നെയാണ്. അതേസമയം കുറച്ച് മധ്യവയസ്സായി കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരായിരിക്കും. പരസ്പരം എല്ലാ കാര്യങ്ങളും അത് ഏത് രീതിയിലാണെങ്കിലും പരസ്പരം ഒരു നല്ല സൗഹൃദം, അത് മാനസികമായിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിലും ഒക്കെ നമുക്ക് ആ രീതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അതേസമയം പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു നേഴ്സ് എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ വിവാഹിതരായ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ഇതിനെല്ലാം സമയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് എ മാരീഡ് മാൻ ഈസ് എ പ്രിസണർ ഓഫ് ഫോർച്യൂൺ. അതായത് അവർക്ക് ഒരു വിവാഹിതരായ ഒരു പുരുഷൻ ഭാഗ്യത്തിൻ്റെ തടവുകാരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വലിയ സംരംഭങ്ങളൊന്നും അവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അതായത് ഭാഗ്യപരീക്ഷണങ്ങളൊന്നും അവർ വല്ലാതെ ചെയ്യില്ല. അവർക്ക് സ്വന്തമായിട്ട് അവരെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട് എന്നുള്ള ഒരു ധൈര്യം, അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവർക്കുള്ളത് കൊണ്ട് തന്നെ, ആ റെസ്പോൺസിബിലിറ്റി അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള കാര്യങ്ങളിൽ പോയിട്ട് പെടാനോ അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണത്തിനോ ഒന്നും നിൽക്കാൻ സമയമില്ല, അവർ ചെയ്യില്ല. അങ്ങനെ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ പല കാര്യങ്ങളെയും പരിമിതപ്പെടുത്താനും സഹായിക്കും. അപ്പോൾ ഇവിടെ അദ്ദേഹം വിവാഹം കഴിച്ചവരെയും വിവാഹം കഴിക്കാത്തവരുടെയും ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എല്ലാ എസ്സേയും നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്തുള്ള ക്യാരക്ടർ ടൈപ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് സെൽഫിഷ് സിംഗിൾ മാൻ, അതായത് വിവാഹം കഴിക്കാത്ത ഏകാന്തമായി ജീവിക്കുന്ന സ്വാർത്ഥരായ മനുഷ്യർ. അവരാരെയും സഹായിക്കുന്നില്ല, അവരുടെ കാര്യം നോക്കി മാത്രം നടക്കുന്നവർ. പിന്നെ ലിബർട്ടി ലവേഴ്സ്, ചില ആൾക്കാർക്ക് ഫ്രീഡം വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. വിവാഹം ഒരു ബന്ധനമായിട്ട് കാണുന്നു, അതുകൊണ്ട് അവർ വിവാഹം കഴിക്കില്ല, അങ്ങനെയുള്ള ആൾക്കാർ. മൂന്നാമത്തെ ഗ്രീഡി ബാച്ചിലേഴ്സ്, ഒരു അത്യാഗ്രഹിയായ ബാച്ചിലർമാർ. അതായത് അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളും ജീവിതമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ അവർക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് കുട്ടികളെ ഒഴിവാക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞിട്ടില്ല തോന്നുന്നു, ചില സ്ത്രീകൾ അഹങ്കാരികളായ ഞാനാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് ചിന്തിക്കുന്ന, അങ്ങനെയല്ല പക്ഷേ എല്ലാം കൊണ്ടും ഒരു മികച്ച ഭാര്യയാണ് ഞാനെന്ന് ചിന്തിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ഒരു വിഭാഗം. ദെൻ നെക്സ്റ്റ് വൺ ബെസ്റ്റ് വൈഫ്, ശരിക്കും ഒരു മികച്ച ഭാര്യ, അനുസരണയുടെയും അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഗുണങ്ങളുള്ള ഒരു നല്ല കുടുംബിനിയായിട്ടുള്ള ഭാര്യ. ദെൻ നെക്സ്റ്റ് വൺ ബാഡ് ഹസ്ബൻഡ്, അതായത് ചില ആളുകളുണ്ടായിരിക്കും ഭർത്താക്കന്മാർ അത്ര ക്യാരക്ടർ വൈസ് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ക്ഷമയോടെ കാത്തിരിക്കുകയും ആ ക്ഷമയിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന നല്ല ഭാര്യമാരെ കിട്ടും. അതായത് ചില പുരുഷന്മാർ വളരെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും, പക്ഷെ അവർക്ക് കിട്ടുന്നതാണെങ്കിൽ എപ്പോഴും ക്ഷമയോട് കൂടിയിട്ടും സഹിക്കാനും തയ്യാറായി നിൽക്കുന്ന ഭാര്യമാർ. ഇനി വേറൊരു വിഭാഗം എന്ന് പറയുന്നത് ബുദ്ധിമാന്മാരായ ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക് അനുസരണയുള്ള ഭാര്യമാരെയും, അതുപോലെ ഏതെങ്കിലും രീതിയിൽ അസൂയ ഒക്കെ കാണിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക് അങ്ങനെ അനുസരണയില്ലാത്ത ഭാര്യമാരെയും ലഭിക്കും. അപ്പോൾ എല്ലാ രീതിയിലും ഫ്രാൻസിസ് ബേക്കൺ സമൂഹത്തെ അദ്ദേഹത്തിൻ്റെ വീക്ഷണം അദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഫ്രാൻസിസ് ബേക്കൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് പാട്രിയാർക്കലാണ്, അതുപോലെ യൂട്ടിലിറ്റേറിയനാണ്. അതായത് അദ്ദേഹം സമൂഹം നോക്കിക്കാണുന്നത് നല്ലൊരു ഭാര്യ എന്ന് പറയുന്നത് പലപ്പോഴും അനുസരണയുള്ളതും, അതുപോലെ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ അച്ചടക്കത്തോടു കൂടിയും ആയിരിക്കണം. അത് ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ഭാര്യമാരെ കേവലം ഒരു കാമുകിമാർ അല്ലെങ്കിൽ നഴ്സുമാർ എന്നൊക്കെ വിളിച്ച് ആ റോളുകളിൽ മാത്രം ഒതുക്കിയോ എന്നും നമുക്ക് തോന്നാം. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ഇത്രയും ആളുകൾക്ക് സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിനോടുള്ള പങ്കിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്, അതിൻ്റെ ഒരു അനാലിസിസാണ് ഇവിടെ പറയുന്നത്. അതായത് അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാർ സാമൂഹിക ഉന്നമനത്തിന് വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നല്ല സുഹൃത്തുക്കളാണ്, നല്ല യജമാനന്മാരാണ്, നല്ല ഭൃത്യന്മാരാണ്. പക്ഷേ അവർ ഷെയറൊന്നും നൽകാത്തത് കൊണ്ട് ഒരു മികച്ച പൗരനല്ല. അതായത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ വിവാഹിതരായ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ വളരെ അച്ചടക്കമുള്ള, എല്ലാവരോടും വളരെ കരുണയോട് കൂടിയിട്ട് അങ്ങനെയുള്ളൊരു പൗരന്മാരാണ് സൃഷ്ടിക്കുന്നത്. കാരണം അവർക്ക് ഫാമിലി ബോണ്ട് ഉണ്ടാവും, അതുവഴി അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിലൂടെ അവർക്ക് സമൂഹത്തിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാം. പക്ഷെ അവർ സാഹസികമായ കാര്യങ്ങളിൽ ഈ ഫാമിലി ബോണ്ടുള്ളത് കൊണ്ട് തന്നെ അവർ ഇടപെടില്ല. ദെൻ അദ്ദേഹം പറയുന്നത് മജിസ്ട്രേറ്റുകളോ അതുപോലെ ജഡ്ജിമാർക്കൊക്കെ ഒരു വൈവാഹികമായ നില അത്രയധികം പ്രശ്നമുള്ള കാര്യമല്ല, കാരണം അവർക്കതിനെ മാനേജ് ചെയ്യാൻ അറിയാം. അതേസമയം പുരോഹിത വർഗത്തിന് ഒരു പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കുന്നതായിരിക്കും നല്ലത്. സമൂഹ സേവനത്തിനും അതുപോലെ ദാനധർമ്മങ്ങൾക്കും എല്ലാം നല്ലത് ഒരു പക്ഷേ പുരോഹിത വർഗ്ഗങ്ങൾ അങ്ങനെ ഏകാന്തമായുള്ള ജീവിതം തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഏകത്വം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സോൾജേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ അവരുടെ വിവാഹ ജീവിതമൊക്കെ അവരുടെ ആ ഒരു ജോലിനെ ആ ഒരു അവസരങ്ങളിൽ ഫാമിലിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഊർജ്ജം നൽകാൻ അല്ലെങ്കിൽ അവർക്ക് പ്രചോദനം നൽകാൻ സഹായകമായേക്കാം. ഇതൊക്കെ സമൂഹത്തിനോടുള്ള ഒരു രാജ്യതന്ത്രമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വലിനും സമൂഹത്തിനോടുള്ള ബാധ്യതകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്, അതായത് ഒരാളുടെ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് സാമൂഹികമായ രീതിയിലേക്ക് അതിനെ മാറ്റുന്നത്. ഇവിടെ അദ്ദേഹം ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. യുളീസിസ് കാലിപ്സോയെ റിജക്റ്റ് ചെയ്തിട്ട് ഓൾഡ് വിമനായ പെനെലോപ്പിനെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ നന്മയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറുന്നു എന്ന് അദ്ദേഹം ഇവിടെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൗരവമുള്ള രീതിയിലുള്ള പുരുഷന്മാരാണെങ്കിൽ, കാര്യത്തെ ഗൗരവമായി കാണുന്ന പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിശ്വസ്തതയും സൽഗുണങ്ങളൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിച്ചൂടെ, ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു വിമൻ എല്ലാ രീതിയിലും മാറ്റി നിർത്തപ്പെടുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ യുളീസിസ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പലപ്പോഴും ചില ചിന്താഗതികൾ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്ന് അദ്ദേഹം കാണിക്കുന്നുണ്ട്.
പലപ്പോഴും വിവാഹം എന്ന് പറയുന്നത് വളരെ ഡിസിപ്ലിനായിട്ടുള്ള ഒരു വിഭാഗം, ഒരു പ്രജകളെയാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ വിവാഹം കഴിക്കാതെ ഏകത്വം എന്ന് പറയുന്നത് സാമൂഹിക സേവനങ്ങൾക്ക് ഒരു പക്ഷേ അങ്ങനെ ഉപയോഗിക്കാൻ, അത് അതേപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ കഴിയുമായിരിക്കാം. എന്നിരുന്നാലും വിവാഹം കഴിക്കുന്നവരും വിവാഹം കഴിക്കാത്തവരും രണ്ട് രീതിയിലുള്ള ആൾക്കാരും സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമാണ്. ദെൻ ഒരു വർക്കിൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ എസ്സേ എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കൻ്റെ ഒരു വേൾഡിലി അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് എല്ലാ രീതിയിലും അദ്ദേഹം ഒതുങ്ങിക്കൂടി ചിന്തിക്കാതെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെ കൊണ്ടുവരുന്നുണ്ട്. ഇനി എസ്സേയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഫോറസ്റ്റിക് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതായത് മാരീഡ് വേഴ്സസ് സിംഗിൾ, അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറഞ്ഞു. ലിബേർട്ടി വേഴ്സസ് ഡിസിപ്ലിൻ അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ക്ലാസിക്കൽ അല്യൂഷൻസ്, അതായത് യുളീസസിനെയും പെനിലോപ്പിനെയൊക്കെ കുറിച്ച് പറഞ്ഞതാണ് ഇവിടുത്തെ ക്ലാസിക്കൽ അല്യൂഷൻ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്രാൻസിസ് ബേക്കൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹം ക്ലാസിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടാണെങ്കിലും ക്ലാസിക്കൽ ലിറ്ററേച്ചറൊക്കെ അദ്ദേഹം കണക്ട് ചെയ്തിട്ടാണ് പറയുക. ഇതിനകത്ത് പറയുന്ന റെഫറൻസ് എന്ന് പറയുന്നത് യുളീസസ്, പെനിലോപ്പാണ്. ദെൻ പലപ്പോഴും ലാറ്റിൻ വാക്കുകൾ, പഴഞ്ചൊല്ലുകൾ, പ്രോവർബ്സുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കോഡ്സുകളൊക്കെ അദ്ദേഹം കമ്പൈൻ ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ദെൻ പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, വൈവ്സ് ആർ യങ് മെൻസ് മിസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ വീക്ക്നെസ് ആയിട്ട് എടുത്ത് പറയുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ലയൻസിനെ പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പാട്രിയാർക്കൽ, ഒരു പുരുഷ ആധിപത്യത്തിൻ്റെ, പുരുഷ മേധാവിത്വത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ചില സമയങ്ങളിൽ തോന്നാം. അതായത് വിവാഹത്തിൽ സാമൂഹിക പ്രവർത്തനമായിട്ട് ചുരുക്കിയോ എന്ന് നമുക്ക് സംശയം തോന്നാം. പലപ്പോഴും സ്നേഹത്തെ അവഗണിക്കുന്നതായി തോന്നാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത്രയധികം സന്തുഷ്ടമായൊരു വിവാഹ ജീവിതം ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തിലൂടെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ അദ്ദേഹം ഭാര്യമാരെ നഴ്സുമാരെന്ന് വിളിക്കുക, അതുപോലെ ചില സ്ത്രീകൾ പതിവ്രതകളെന്ന് സ്വയം അഹങ്കരിച്ചുകൊണ്ട് സ്വയം പ്രശംസിക്കുന്ന അങ്ങനത്തെ വിഭാഗം ആളുകളെ കുറിച്ച് പറയാം. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എസ്സേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടും ചില ഭാഗങ്ങളിൽ ശരിയാണെന്ന് തോന്നുന്ന രീതിയിലും ആ രീതിയിലാണ് എസ്സേ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ്സും. ഫ്രാൻസിസ് ബേക്കൻ്റെ 4 എസ്സേകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഫ്രാൻസിസ് ബേക്കൻ്റെ എസ്സേ എഴുതുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫോറസ്റ്റിക് സ്റ്റൈലിനെ കുറിച്ച് നിർബന്ധമായിട്ടും എഴുതണം. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് 2-3 ലൈൻസിൽ നിർബന്ധമായിട്ടും എസ്സേയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ മറ്റുള്ള എപ്പിഗ്രമാറ്റിക്, അതുപോലെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ആദ്യത്തെ പാരഗ്രാഫുകൾ ഉൾപ്പെടുത്തുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഓരോ എസ്സേയിലും ക്ലാസിക്കൽ ലിറ്ററേച്ചറിൻ്റെ ഒരു ചെറിയ റെഫറൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഹിസ്റ്ററി ഉണ്ടാവാം, ഏതെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഓരോ എസ്സേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ വർക്കിനകത്ത് ഏതാണ് അല്യൂഷൻസ് എന്നുള്ളത് മാറാതെ പഠിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ യുളീസസ്, പെനിലോപ്പിനെയല്ലേ പഠിച്ചത്, മുന്നേ ഉള്ള ഒരു എസ്സേയിൽ നമ്മൾ വേറൊരാളെയാണ്, ഓരോ എസ്സേയിലും അത് വേറെയാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പോവുക, അത് എന്തുമാറ്റി കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് എന്ന് നോക്കുക. നിങ്ങൾക്കൊരു എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് പാരഗ്രാഫിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുമ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണെങ്കിൽ അത് പാരഗ്രാഫിന് ചെറിയ സബ് ഹെഡിങ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പോയിൻ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും വളരെ സിമ്പിളായി തോന്നുന്ന കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് പറയുന്നത്. അതായത് ഓരോ എസ്സേയിലും ഫ്രാൻസിസ് ബേക്കൻ വളരെ സിമ്പിളായ കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാം നമുക്ക് അറിയാമെന്ന് തോന്നും, പക്ഷേ നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് ഈ സിമ്പിളായി അറിയുന്ന കാര്യങ്ങൾ ഒരു സമ്മറി പോലെ എഴുതുന്നതിലല്ല എസ്സേയുടെ മാർക്ക് വരിക. എസ്സേയുടെ മാർക്ക് വരുന്നത് ഓരോ എസ്സേക്കകത്തും അദ്ദേഹം കൊടുത്ത റെഫറൻസുകൾ, അല്യൂഷൻസുകൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇതിനെയാണ് അദ്ദേഹം കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. Thank you so much.